അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആ ഖബറിനകത്ത് ഒരു മനുഷ്യനെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ്. അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഖബർ കാണുമ്പോ ഉസ്മാൻ തങ്ങൾ കരയുന്നതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒറ്റയ്ക്ക് ജീവിച്ച ശീലമില്ലടോ. നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ച ശീലമില്ലാത്തവരാണ്. പടച്ചവരെ, നമ്മൾ ദുനിയാവിൽ ജീവിക്കുമ്പോ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പിറപ്പുണ്ട്, കുടുംബക്കാരുണ്ട്, കൂട്ടുകാരുണ്ട്. നമ്മളെപ്പോഴും ആൾക്കാരുടെ കൂടെയാണ്. ഒന്നുകിൽ വാപ്പ കാണും, അല്ലെങ്കിൽ ഉമ്മ കാണും, കൂടപ്പിറപ്പ് പാട്, ഭാര്യ കാണും, മക്കള് കാണും, ആരുമെങ്കിലും നമ്മുടെ കൂടെ കാണുമല്ലോ. പടച്ചവനെ, നമ്മൾ മരണപ്പെട്ടു. നമ്മൾ നാളെ മസ്റയിൽ പോകുമ്പോ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. പടച്ച റബ്ബേ, നമ്മൾ നരകത്തിലാണെന്ന് കരുത്. നരകത്തിലായാലും അവിടെ കൂടെയാളുണ്ട്. നമ്മൾ സ്വർഗത്തിലാണെങ്കിൽ അവിടെയും ആളുണ്ട്. അറാഫിലാണെങ്കിലും അവിടെയും ആളുണ്ട്. പടച്ചവനെ, നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ ആരെങ്കിലുമൊക്കെ കടന്നു വരികയാണ്. നമ്മൾ നരകത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും മഹ്ശറയിലാണെങ്കിലും ദുനിയാവിലാണെങ്കിലും നമ്മൾ എവിടെ പോയാലും നമ്മുടെ കൂടെ ആരെങ്കിലും വരാറുണ്ട് സഹോദരാ. പക്ഷേ നമ്മൾ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. നമ്മൾ ഒറ്റയ്ക്കാ പോകുന്നത്. ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അതെവിടെയാണെന്നറിയോ? അത് പള്ളിപ്പറമ്പിലെ ഖബറിനകത്താ മോനെ. ആ ഖബറിനകത്ത് വാപ്പയില്ല, ഉമ്മയില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂടപ്പിറപ്പില്ല,